Hey buddies, welcome back to another video. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ റോബോട്ടിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്, പ്ലസ് ഒരു പേരിടൽ ചടങ്ങ് കൂടിയുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ നെക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കയറുന്നാലോ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ പുതിയ അൺബോക്സിങ് വീഡിയോയിലോട്ട് സ്വാഗതം. ഇതാണ് നമ്മുടെ റോബോട്ട്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാനായിട്ടൊരു കത്തിയൊക്കെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സിനോട്ട് കിടക്കാം. അങ്ങനെ അത് ഇവിടെ ഇതാണ് റോബോട്ട്. ഇവിടെ ഇത് തന്നെയാണ് റോബോട്ട്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച റോബോട്ടിൻ്റെ എന്തൊക്കെയോ സ്പെസിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് പിന്നീട് വായിച്ചു തരാം. അപ്പോൾ നമുക്കിത് ആദ്യം പുറത്തെടുക്കാം. ഭയങ്കര ഹെവി പാക്കിംഗ് ഒക്കെയാണല്ലോ. അൺബോക്സിംഗ് സ്റ്റാർട്ട്സ്. അപ്പം ഇതിൽ എന്തോന്ന് കള്ളി ഇതിൽ ഇതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിലോട്ട് വരാം. അതിന് മുന്നേ നമുക്ക് താരത്തിനെടുക്കാം. ഇല്ല, ഓ. അപ്പോൾ ഇതാണ് നമ്മുടെ റോബോട്ട്. അപ്പോൾ പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് ഇങ്ങനെ എനിക്ക് നിൽക്കുന്ന റോബോട്ടാണോ എന്നൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് ഇത്ര ഉള്ള സാധനം ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും കാണാത്തവരൊക്കെയായിട്ട് അവതരിപ്പിക്കുന്നു. MIയുടെ റോബോട്ട് വാക്യൂം മെഷീൻ. അങ്ങനെ വാക്യൂം മോപ്പ് ഒക്കെ കൂടിയിട്ടുള്ള സംഭവമാണ്, സെറ്റപ്പാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒരു 3.5 കിലോ ഒക്കെ ഉണ്ടാവണം. 3 കിലോ വെയിറ്റ് ഉണ്ട്. പിന്നെ പെട്ടിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം, എന്നിട്ട് ഇതിലോട്ട് വരാം. ഇതാണ് എൻ്റെ ചാർജിങ് ഡോക്ക്. മാഗ്നറ്റിക് ചാർജിങ് സെറ്റപ്പ് എന്തൊക്കെയാണ്. ഇതോടെ ഇരിക്കട്ടെ. ചാർജിങ്ങിൻ്റെ ഇത് ഇത് മറ്റേ വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ മോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു എക്സ്ട്രാ മോപ്പാന്ന് തോന്നുന്നു. നമുക്ക് ഇതിലോട്ട് വരാം. അപ്പോൾ ഇത്ര ഉള്ള പെട്ടിക്കകത്ത് നമുക്ക് ഇനി പെട്ടിന്ന് പുറത്തേക്ക് എടുത്ത് എല്ലാ സാധനം എടുത്തിട്ട് നിറച്ചേക്കട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പെട്ടിക്ക് തന്നെ വരാം. ഓ മൈ ഗോഡ്, 2 ബ്രഷ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്ടിലത്തെ പുതിയ ചൂലികൾ. ഇവർ രണ്ടുപേരുമാണ് നമുക്ക് അടിച്ചു മാറ്റാനുള്ള സാധനങ്ങൾ. ഇത് മോപ്പ്. ശേഷം കുറച്ച് നല്ല പാക്കിങ് ആണ്. അപ്പോൾ ഇതതിൻ്റെ അടിയിൽ അറ്റാച്ച് ചെയ്യേണ്ട ഒരു മോപ്പാണ്. ഇതിൽ വാറണ്ടി കാർഡ് അങ്ങനെ വാറണ്ടി കാർഡ് എല്ലാ സെറ്റപ്പിലുണ്ട്. ഇനിയാണ് നമ്മുടെ താരം. അപ്പോൾ തുറക്കുക. ഓ, പുത്തൻ പുതിയതിൻ്റെതായ മണം. ഇങ്ങനെ കാണാൻ നല്ല എന്തൊക്കെ പറയും. ഈ കളറിന് നല്ല ബ്ലാക്ക്, ഗ്ലോസി ബ്ലാക്ക്, പിയാനോ ബ്ലാക്ക് എന്നും പറയും. കൊള്ളാം. ഇതാണ് നമ്മുടെ സാധനങ്ങൾ. പാക്കറ്റ് കൊടുത്തുള്ള ഈ സാധനം ആണിത്. ഇതോ ചാർജ് ചെയ്യാനുള്ള ഡോക്ക്. ഇതിലാണ് വെള്ളം ഒഴിച്ചിട്ട് ഇതിലിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ക്ലീൻ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നെക്സ്റ്റ്
ചാർജർ. ഇതിൻ്റെ ഇവിടെ സൈഡുണ്ട്, ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഒരു എക്സ്ട്രാ ക്ലോത്താണ്, എന്നിട്ട് തുടയ്ക്കണ തുണി. തിരിച്ച് വയ്ക്കുകയാണെങ്കിൽ 3 ചക്രങ്ങളാണുള്ളത്. ഇതിങ്ങനെ താഴെ ഒന്നും ചെയ്യും. അത് 20 മില്ലിമീറ്റർ എന്തോ പൊക്കത്തോട്ട് ഇത് കവർ ചെയ്ത് കയറും, ഇങ്ങനെ ചാടി കയറും. അതായത് കാർപ്പറ്റിൻ്റെ മേലിൽ കൂടെ അല്ല. ഇതാണ് നമ്മുടെ ബ്രഷ്. ഇത് നമുക്ക് വേണമെങ്കിൽ അതിങ്ങനെ പുള്ളി ചെയ്തിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇത് ഒറ്റ ഒരെണ്ണം തരണുള്ളൂ. ഇത്രയും കാശൊക്കെ കൊടുക്കാന്നല്ലേ ഒരെണ്ണോട് തരായത്. ഇപ്പം ഇങ്ങനെ കയറ്റുക ഗൈസ്. പെട്ടു ഗൈസ്. പെട്ടിട്ടില്ല സിമ്പിൾ സാധനം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ അടിയിൽ. ഈ തുളകൾ കാണുന്നത് ഈ സാധനം നമ്മുടെ ഇവിടെ മോപ്പ്. അവിടെ ഈ മോപ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മോപ്പ് വർക്കിംഗ് ആവും. പിന്നെ ഇവിടെയാണ് നമുക്ക് ഈ സാധനം ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സാധനം എടുത്തിട്ട് ഇവിടെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സാധനം കുറേ എനിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അടിക്കാനുള്ള തുപ്പുകാരി. ഈ സാധനം കൊണ്ടാണ് നമ്മുടെ ഇതൊക്കെ ക്ലീൻ ചെയ്യുക. നമുക്ക് ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് എന്നാലും പ്രതീക്ഷിക്കാൻ നല്ല തന്നെയാവുന്നു. കാശ് പോവില്ല എന്ന് പ്രതീക്ഷിക്കാൻ കുറേ യൂട്യൂബിൽ ഞാൻ കുറേ നോക്കിയിട്ടാണ് എടുത്തത്. പിന്നെ ഇതിന് ചുറ്റും സെൻസേഴ്സാണ്. അവിടെ ഇതൊരു സെൻസർ, അവിടെ ചവറ് പോലെ സെൻസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് എവിടെ പോയിട്ട് ഇടിക്കില്ല എന്നാണ് കമ്പനി പറയുന്നത്. നമുക്ക് നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുണ്ട്. ഇതാണ് എൻ്റെ ഹോം ബട്ടൺ. ഇതിങ്ങനെ പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ സാധനം പൊക്കും. ക്ലീൻ ചെയ്യാനൊരു ബ്രഷ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനമാണ്. കട്ട് ചെയ്യാനുള്ള ഷാർപ്പ് ബ്ലേഡൊക്കെ എൻ്റെ ഉള്ളിൽ എന്ന് പറയണേ. എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. ഇത് ഇനി കണ്ടുപിടിച്ചിട്ട് വേണം. പിന്നെ ഇവിടെയാണ് ഓൺ ഓഫ് ഓവറോൾ സാധനം. ഇവിടെയാണ് നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എങ്ങനെയൊക്കെ തുറക്കാൻ പറ്റും നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ ഇത്ര ഉള്ളു ഇതിൻ്റെ പുറമേ എന്നുള്ളത്. സാധനം ശോഭമാണ് കേട്ടോ. പൊടി കയറി പിടിക്കാനുണ്ട്. നെഗറ്റീവ് പോയിന്റ് ഈ പഞ്ഞൊക്കെ എടുത്തിട്ട് നല്ല സോഫ്റ്റ് പഞ്ഞി. റിമൂവ് ബിഫോർ യൂസ്. ഓക്കെ, റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓണാക്കി നോക്കിയല്ലോ ചാർജ് ഉണ്ടെന്ന്. ഇപ്പോൾ ചാർജ് ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലോട്ട് കിടക്കാം. ഇതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മൂവ് ഓൺ ടു ദ ഡെമോ വീഡിയോ. നമ്മുടെ റോബോട്ട് കുട്ടൻ, ഇതിനെ ഞങ്ങൾ പേരിടാൻ പോകുന്നത് ചിട്ടി എന്നാണ്. നമ്മുടെ എന്തിരൻ 2ൻ്റെ ബേസായിട്ട് അല്ലേ, എന്തിരൻ 2 എന്തിരനോട് സാമ്യം തോന്നി നമുക്ക് ചിട്ടി എന്ന് വിളിക്കാം നമ്മുടെ ഈ പുത്തൻ റോബോട്ട് വാക്യൂം ക്ലീനറെ. അപ്പോൾ സംഭവം സെറ്റാണ്. നമ്മൾ ആപ്പിലേക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തേക്കണോണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. കണ്ടു, ഇത് നമ്മുടെ വാക്യൂം ക്ലീനർ. MI ഹോം എന്നാണ് ആപ്പിൻ്റെ പേര്. അതിൽ ഈ പ്ലസ് ബട്ടൺ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ MIയുടെ പ്രൊഡക്ട്സ് കാണാം. അത് നമ്മൾ നെക്കുക. അപ്പോൾ നമ്മളുടെ വൈഫൈ റൂട്ടർ വഴിയാണ് ഇത് കണക്ട് ചെയ്യുക. ഇങ്ങനെ ഈ 2 സ്വിച്ചിങ് നെക്കി പിടിക്കാം. അപ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓപ്പറേഷൻസ് കൺഫേംഡ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പാസ്വേഡ് അടിക്കാൻ വരും. ഇത് എൻ്റെ വൈഫൈ റൂട്ടറാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് ആക്സസ് ചെയ്ത് നെറ്റ്വർക്ക് കിട്ടും. അതാണിത്. എന്നിട്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചാർജിങ് എന്നുണ്ടാവും, സ്റ്റാർട്ട് എന്നുണ്ടാവും. സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇതുപോലെ ഇതാണ് നമ്മുടെ വാക്യൂം ക്ലീനർ. ചെറിയ ശബ്ദമൊക്കെ ഉണ്ട് കേട്ടോ. വാക്യൂം ക്ലീനർ വർക്ക് ചെയ്യണ പോലെ തന്നെ. ഇതിലിങ്ങനെ 3 മോഡുകളുണ്ട്. സൈലൻ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, മീഡിയം ഉണ്ട്, ടർബോ എന്ന് കഴിഞ്ഞാൽ സ്പീഡിലായിട്ട്. പിന്നെ ഇതിൽ ഇപ്പോൾ വാക്യൂമിലാണ് ഇട്ടേക്കുന്നത്. അത് തന്നെ
വാക്കുമെൻ മോപ്പ് ഉണ്ട്, മോപ്പിങ് മാത്രമുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ മോപ്പിൻ്റെ സാധനം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മോപ്പ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഓരോ എഡ്ജിൽ സെറ്റ് ചെയ്തിട്ട് ഇതാക്കുന്നതിന്. അപ്പോൾ നമ്മുടെ വീട് ഫുൾ, എൻ്റെ ഇപ്പോൾ വീട് ഫുള്ള് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചവിട്ടിൻ്റെ മേളിലൊക്കെ കയറിയുമ്പോൾ സിമ്പിളായിട്ട് എഡിറ്റ് കയറുന്നതാണ്. സ്റ്റെപ്പും കൂടി കയറി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. എന്നുവെച്ചാൽ ഇങ്ങനെ എല്ലായിടത്തും എഡിറ്റ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ റൂട്ട് മാപ്പ് കാണാം, ഇവിടെ ചാർജിങ് ഡോക്ക് ഉള്ളതും കാണാം. ഇങ്ങനെ ആൾ വന്നേക്കണ വഴി തിരിച്ച് പോകാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കെത്തി, അങ്ങനെ റൂമിൻ്റെ ഉള്ളിലേക്കെത്തി ഫുൾ സ്കാൻ ചെയ്ത് നമുക്ക് ഫ്ലോർ മാപ്പ് കിട്ടും. അപ്പോൾ 55% ബാറ്ററി ഉണ്ട്, ഡ്യൂറേഷൻ 1 മിനിറ്റ്, ഏരിയ 3m². അങ്ങനെ ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫ്ലോർ മാപ്പ് തന്നെ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ക്ലീൻ ചെയ്യണ്ടോ നോക്കാം. ആൾ ഒരു ലൈൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഒറ്റയടിക്ക് എടുത്ത് പോയിട്ടുണ്ട്. മറ്റേതും കൂടി ക്ലീൻ ചെയ്യാൻ നോക്കാം. ഞാൻ കറങ്ങിയിട്ടിച്ച് വന്നെ പഠിക്കും, എന്നാൽ അതിന് ഒറ്റയടിക്ക് ക്ലീനാക്കും. ആദ്യമേ അതിൽ കൂടെ വന്നപ്പോൾ സെൻസർ ചെയ്തില്ല, നമുക്ക് ഇവിടെ ആയിട്ട് കുറച്ചിടാം. ഇവിടുത്തെ ഗോതമ്പ് എടുത്തിട്ട് കുറച്ച് അങ്ങനെ ഇടാം. എൻ്റെ പുഞ്ഞി സംഭവം അത്യാവശ്യം സെറ്റപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ കിട്ടാം. സാധനം ഇപ്പോൾ ആളെ കൊണ്ടൊരു 10 മിനിറ്റത്തോളം ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ എത്രത്തോളം പൊടി ഇപ്പോൾ ഇത് പിടിച്ചിട്ടുണ്ടെന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെ സാധനം എടുക്കാം. അങ്ങനെ കമാൻഡൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് സാധനം പിടിച്ചിങ്ങനെ വലിക്കണം. ഒരു സെക്കൻഡ് തുറന്നിട്ട് കാണിച്ചു തരാം. അല്ലേ, ഞാൻ നേരത്തെ ഇട്ട് കൊടുത്ത ഗോതമ്പ് എല്ലാം വടിച്ച് കയറ്റി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മുടി അങ്ങനെ എല്ലാ സാധനങ്ങളും നല്ല ക്ലീനായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ലൊരു ഗുഡ് ചോയ്സാണ്. ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഓവറോൾ നല്ലതാണോ ഇതാണോ എന്നൊരു 6 മാസത്തിന് ശേഷം ഞാൻ വേണമെങ്കിൽ ഒരു റിവ്യൂ ഇടാം. ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. അപ്പോൾ സംഭവം ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് തന്നെ സംഭവം കൊള്ളാം. ഇനി നമുക്കിതിൻ്റെ മോപ്പിംഗ് കൂടി ജസ്റ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ട് നമുക്കിട്ട് വെറുതെ ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും മോപ്പിംഗ് ഇടാം. എത്രത്തോളം എഫക്റ്റീവായിട്ട് മോപ്പ് ചെയ്യുമെന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഇത്രത്തോളം ക്ലീൻ ചെയ്തതിൻ്റെ ഈ വെള്ളം വരാണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത ഭാഗം. ഇപ്പോൾ ഇത് ഓരോരോ പാർട്ടായിട്ട് അത് ക്ലീൻ ചെയ്യാം. ഇത് ഇത്രത്തോളം എൻ്റെ വീടിൻ്റെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയൊരു കുറച്ചും കൂടി സ്ഥലം കൂടി ഇത് ക്ലീൻ ചെയ്യാണ്ട് ഇങ്ങനെ മാപ്പ് ഇങ്ങനെ ഓരോ വട്ടം ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ സ്കാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പിന്നെ നമുക്കിത് പ്ലസ് ചെയ്തിട്ട് ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ സാധനം വർക്ക് ചെയ്യാത്തത്. അത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയൊരു സ്പോട്ട് മാത്രം ക്ലീൻ ചെയ്യണമെങ്കിൽ അത് മാത്രം ക്ലീൻ ചെയ്യാനുള്ളൊരു സെറ്റപ്പ് നമുക്ക് ചെയ്യാം. പിന്നെ അപ്പോൾ നമുക്ക് മോപ്പിങ് മാത്രം ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ വീണ്ടും സ്കാനിങ് നടക്കുന്നതാണ്. സ്കാനിങ് ഇവിടെ നടക്കും. ഇനി സ്കാൻ ചെയ്തിട്ട് തുടങ്ങും മോപ്പിങ്. ഇതാണിത്. ചവിട്ടി കഴുകാൻ പോണം, ഇല്ലാടി തന്നെ. ഇവിടെയൊക്കെ ഒരു ചെറിയ നനവ് കാണാൻ പറ്റും. ഞാൻ വിചാരിച്ചു അവിടെ പോയി പെട്ടെന്ന് ആശാൻ ഓരോ സ്ഥലത്ത് നനച്ചടിച്ച് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ നനവുണ്ട്. ഇതിലോട്ട് ഞാൻ പരിചയപ്പെട്ടില്ല.
മോപ്പിംഗ് എത്രത്തോളം സക്സസ് ആണെന്ന് അറിയില്ല. ഇത് മോപ്പിങ്ങിൻ്റെ കാര്യം ആൾക്കാർ പറഞ്ഞത് അത്രയ്ക്ക് വലിയ ഇതായിട്ട് മോപ്പിംഗ് ചെയ്യില്ല, ബട്ട് കൊള്ളാം എന്നാണ് പറഞ്ഞത്. എത്രത്തോളം അത് എഫക്റ്റീവ് ആണെന്ന് ഞാൻ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ഇടുമ്പോൾ പറയാം. മോപ്പിംഗ് എത്രത്തോളം കൊള്ളാമെന്ന്. ഇത് പക്ഷേ ഇങ്ങനെ ഇറങ്ങി കിടക്കണേന്ന് റിട്ടേൺ ഡോക്ക് അടിക്കാം. നമ്മൾ റിട്ടേൺ ഡോക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ നിന്ന് കറങ്ങി പറന്നു വരും. കണ്ടോട്ടോ, ഇനി സ്പീഡാണ്. നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരും, റിട്ടേണിങ് ടു ഡോക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചിട്ടിക്കുട്ടൻ്റെ ഇതെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് ഇനി അധികം പറയാനൊന്നുമില്ല. എല്ലാവർക്കും എൻ്റെ ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചിട്ടി ഉണ്ടാവും, ചിട്ടീനെ പറ്റിയിട്ടുള്ളൊരു റിവ്യൂ മേ ബി ഒരു 6 മാസത്തിന് ശേഷം ഞാൻ തരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ ഒരു കിടിലം വീഡിയോ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മേ ബി അതായിരിക്കും അടുത്തത്, അല്ലെങ്കിൽ വേറെ വല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. സീ യു, പീസ് ഔട്ട്.